പോയിന്റ് നമ്മുടെ യൂറോപ്പിലൊക്കെ ഉള്ള സ്റ്റൈലില് ഹൈറ്റ് ഉള്ള ബിൽഡിംഗ്. ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ബാംഗ്ലൂർ തന്നെയാണുള്ളത്. ബാംഗ്ലൂരിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. ഒരു 1 hour ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്നിടത്തൊരു 1 hour ട്രാവൽ ചെയ്ത് നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് കയറിട്ടു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ഒരു 1 day ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുകയാണ്. പെനക്കൊണ്ട ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ്, റീസെൻ്റ്ലി റിയലുകൾ കൊണ്ട് ഫേമസ് ആയ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു ഫോർട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് കൂടാണ്ട് നമുക്ക് അവിടെ ഒരു ഹെയർ പിന്നുകളുണ്ട്, ഒരു വ്യൂ പോയിന്റ്. പെനക്കൊണ്ട ഫോർട്ടിൻ്റെ വ്യൂ പോയിന്റ് ആണ്, അതാണ് എടുത്ത് പറയേണ്ട സ്ഥലം. അപ്പോൾ നമ്മളൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് കൂടാണ്ട് ആ റൂട്ടിൽ തന്നെയാണ് നമുക്ക് ലേപാക്ഷി ടെമ്പിൾ വരുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ആ വീഡിയോയിലേക്ക്, ഇന്നത്തെ ഈ ഒരു ഭംഗിയുള്ളൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ഥലം എന്ന് പറഞ്ഞാൽ വേറെ ചൂട് അവിടെ ഇരിക്കണേ, ആരിക്കുന്നുണ്ട് വെച്ചിട്ട് ചേട്ടനെ ആരും ഇരിക്കുന്നത് പറഞ്ഞ് എത്തിച്ചു നോക്ക്. ശരിക്കും ആലപ്പുഴ തോന്നുന്നത് ചേട്ടന്. ഇത് ബാംഗ്ലൂര് ഒരു പുതിയ സ്പോട്ടാണ്, അടുത്തൊരു സ്പോട്ടാണ് അല്ലേ? നമ്മൾ നന്ദി ഹിൽസ് കഴിഞ്ഞ് കുറച്ചും കൂടി പോരുമ്പോൾ ഹൈദരാബാദിലേക്ക് പോണ റൂട്ട്. ഇവിടെ ഷോപ്പിംഗ് ഉണ്ട്, ഫുഡ് കഴിക്കാനുണ്ട്. ഇച്ചുകൂട്ടിന് കളിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോന്നാവോ? ആ ശരിയാ, ഇനി ഷോപ്സ് എല്ലാം ഉണ്ട് ഇവിടെ വരാനായിട്ട്. ഇങ്ങനെ റൂമുകളുണ്ട്, അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ആ ഇച്ചോട്ടൻ്റെ അജ്പാനും ഉണ്ട്. ഇനി എന്തൊക്കെ വേണമെന്ന് അവിടെ പോയിട്ട് സ്ട്രീറ്റ്, ഷോപ്പിംഗ് സ്ട്രീറ്റ്. അതെ, യൂറോപ്പിലൊക്കെ ഉള്ള സ്റ്റൈലില് ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് അല്ലാണ്ട് 1 floor ബിൽഡിംഗ്. അതെ, ഇങ്ങനെ കാണുമ്പോഴാണ് എൻ്റെ ഒരു ഭംഗി. കണ്ടോ, 2 സൈഡിലും ഷോപ്പിങ്ങും ഫുഡും റെസ്റ്റോറൻറ്റ് ആയിട്ട് ഇങ്ങനെ. അപ്പോൾ വൈകുന്നേരം ലൈറ്റൊക്കെ ഇട്ടുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ലൈച്ചിട്ടാ നമ്മളെ നന്ദീസിൽ കഴിഞ്ഞിട്ട് ഹൈദരാബാദ് പോകുന്ന ആ ഹൈവേയിൽ എംപയറൊക്കെ ഉണ്ട് കേട്ടോ. ചിക്കബെല്ലപ്പുഴ എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ നല്ല ആംബിയൻസ് ആയിരിക്കും. അവിടെയൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ, സെറ്റപ്പുകൾ. പിച്ചുക്കുട്ടയ്ക്ക് KFC മതി എന്നാ പറയണത്. അതേ KFCയുടെ ഉള്ളിലേക്ക് പോട്ടെ നമ്മൾ. KFC പൂപ്പിൻ്റെ അടുത്ത് അപ്പുറത്താ. ആ അതെ, അതിലേ കയറണേ. എന്നായി എനർജി ആയോ? ഫുഡ് ചെയ്യുന്നപ്പോൾ എനർജി ആയി ചിക്കോട്ടയ്ക്ക്. ഉഷാറായി. അത് ഞാൻ ഭക്ഷണം പോയിട്ട് റോഡ് ഫുള്ളുണ്ടല്ലോ അല്ലേ? ഇത് എന്ത് സാധനം ഇങ്ങനെ നമുക്ക് ക്രോസ് ചെയ്യാനായിട്ടുള്ള എൻ്റെ ടയേഴ്സൊക്കെ. വഴി ഫുള്ള് അടിപൊളി, റോഡ് ഫുള്ള് പോകുന്നില്ല. നമ്മള് എത്താറായി അല്ലേ? റോഡ് ഫുള്ള് നല്ല അടിപൊളി. എന്തൊരു സ്ഥലം ഇവിടെ, എൻ്റെ ദൈവം, സ്ഥലം കണ്ടിട്ട് കൊതിയാവണു. ഒന്നുമില്ല, വലിയ റോഡും അപ്പുറത്ത് കുറെ ഏക്കർ കണക്കിന് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റർ സ്ഥലവും. നാടിക്ക് ഫുള്ള് ബോഗൻവില്ല. നല്ല ഭംഗിയുണ്ട്. എല്ലാം ചേട്ടാ, നമുക്ക് പോയി ബോഗൻവില്ല പൊട്ടിച്ചാലോ? പണ്ട് നിർത്തി തരുമോ? തിരിച്ചു വരുമ്പോ ബോഗൻവില്ല അടിക്കാൻ നമുക്ക് എവിടെയെങ്കിലും നിർത്തിയാലോ? ദൂരം കളറാന്നോ അല്ലേ ചേട്ടാ? എവിടെ പോവാ? നമ്മളെവിടെ പോവാ പറയടാ, പറയാനില്ലേ? ആ അതാണ് എവിടെയാ എന്താ ഉള്ളതെന്നുള്ള പോയി നോക്കാം. നല്ലൊരു എന്താ പറയാ ഹെയർ പിൻ റോഡുണ്ട്, കുറെ റിയലുകളൊക്കെ. അപ്പോൾ അതൊന്ന് കാണാന്ന് വെച്ച് പോണാണ്. ചുമ്മാ കറങ്ങാൻ നല്ല റോഡാണ്, ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ റോഡാണ്. പെനക്കൊണ്ട ഇവിടെ ഇതിണ്ടായിരുന്നു. പെനക്കൊണ്ട ഇവിടുന്ന് ടേൺ ചെയ്ത് കയറാണ്. ഇവിടെ സത്യസായി ബാബയുടെ ബോർഡുണ്ടല്ലോ. സത്യസായി ബാബയുടെ സ്ഥലമാണത്. പെനക്കൊണ്ട ഫോർട്ട്. പെനക്കൊണ്ട
ചെറിയ വഴി കൂടെയാണല്ലോ പോണത്. ഇതിലാണ് വഴി. ഗൂഗിൾ പദ്ധതി കാണിച്ചിരുന്ന വഴിയാണ്. അവസാനം അവിടെ എത്തുന്നറിയാം. അതിൽ ഇപ്പൊ മറ്റേ ഗൂഗിൾ മാപ്പ് നോക്കി പോകുമ്പോ ഇതുപോലത്തെ വഴി കൂടെയൊക്കെ കൊണ്ട് നമ്മളെ എത്തിക്കാം. കാരണം ഇതിന്റെ തൊട്ടപ്പുറത്ത് ചിലപ്പോ ഇതിനേക്കാൾ നല്ല വീതി വഴി ഉണ്ടാവും. ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് അത്. ആന്ധ്രാപ്രദേശിലെ ഒരു മാർക്കറ്റ്. അങ്ങനെ ഇട്ടല്ലേ നമുക്ക് ചേട്ടാ. ഒരു മാർക്കറ്റാണ്. വേറെ പൂവൊക്കെ വെക്കാൻ കൊറേ ചേച്ചിമാരൊക്കെയുണ്ട്. ഇത് മുല്ലപ്പൂ ലൂസായിട്ട് വെക്കുന്ന എന്റെ പൊന്നെ പോകാൻ പോലെ കിട്ടുകയാണെങ്കിൽ വാങ്ങിട്ട് പോയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഇതേ ഇവിടെ എന്താന്നറിയില്ല കേട്ടോ. ഒരു കവാടം പോലെ ഉണ്ട് അല്ലെ, പണ്ടിങ്ങനെ ഫോർട്ടിന്റെ ഭാഗം. അതിന്റെ ഉള്ളിലൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. അതിനെ ചുറ്റിട്ട് ഇങ്ങനെ പോണ വലിയൊക്കെ മറ്റേ കല്ലിന്റെ ഒക്കെ വലിപ്പം കണ്ടല്ലേ. നമ്മളിതിൽ കൂടെ ഇങ്ങനെ കേറിയിട്ട് ഇറങ്ങാനുണ്ടോ? ഫോർട്ടിലേക്കുള്ള വഴിയാണ്. പോയി നോക്കാം. ഇവിടെയൊക്കെ ഇതിന്റെ ശേഷിപ്പുകൾ കാണാനുണ്ട് കേട്ടോ. അതേതോ ഇവിടെ കണ്ടോ പണ്ടത്തെ ആ ഒരു കൽവെട്ടും. രണ്ട് സൈഡും കുറെ അമ്പലങ്ങളുണ്ടോ. ഇതിപ്പോ ഈ വഴിക്ക് ഗൂഗിൾ മാപ്പിൽ പറയണത് രാമ മന്ദിർ സ്ട്രീറ്റ് എന്നാ പറയണത്. പിന്നെ കൊണ്ട് മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മൾ പോണത്. ഇത് തന്നെയാണോ കറക്റ്റ് വഴി എന്ന് അറിയത്തില്ല. മാപ്പ് ഇട്ടല്ലേ പോണത്. ചിലപ്പോ അപ്പുറത്ത് കൂടെ വേറെ വഴി ഉണ്ടാകാം. ഇതിനെ തന്നെ പോണത്. ഇപ്പൊ നമ്മള് ഇവിടെയൊക്കെ ഇപ്പൊ അമ്പലം ഉണ്ട്, അതിന്റെ അടുത്ത് തന്നെ മോസ്കും ഉണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനത്തെ ഒരു വഴിയാട്ടത്. മതസൗഹാർദ്ദം ഉള്ളൊരു സ്ഥലം തോന്നുന്നുണ്ട് കണ്ടിട്ട്. അതിന്റെ ബാക്കില് വലിയ ഹില്ലാട്ടോ. അതായത് ഇപ്പൊ അമ്പലം കഴിഞ്ഞപ്പോ തന്നെ ഇവിടെ പള്ളിയുണ്ട്. നമ്മള് അപ്പൊ ഹെയർ പിൻ കാണാൻ പോണ വഴിയാട്ടോ. ബൈക്കൊക്കെ റെന്റിനുള്ള സ്ഥലം വെച്ചിട്ടുണ്ടല്ലോ. ബൈക്ക് റെന്റിനാണോ ബൈക്കാർക്ക് കോഫി കുടിക്കാനുള്ള സ്ഥലമാണോ ശരിക്കും ഞാൻ കണ്ടില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് വഴിയൊന്ന് തെറ്റിയില്ല എന്ന് പറഞ്ഞ പോലെയായി. എന്നാലും അപ്പൊ തന്നെ നമ്മൾ കറക്റ്റ് വഴിക്ക് കേറിട്ടോ. ഫുള്ള് ഹിൽസ് ആണല്ലോ അല്ലേ. ഫോർട്ട് താഴെയുണ്ട്. അതുകൂടാണ്ട് അതിന്റെ വ്യൂ പോയിന്റ് ഹെയർ പിന്ന് കൊറേ റീലുകളിൽ ഭയങ്കര ഫേമസ്. ഹെയർ പിന്നിനെ കുറിച്ച് കാണാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ട് ഈ ഹെയർ പിൻ. ഏറ്റവും ടോപ്പിൽ പോയിട്ട് കാണുമ്പോഴാണ് എന്റെ ഭംഗി കാണുള്ളൂ. ഇപ്പൊ നമുക്കിങ്ങനെ ഹില്ലുകളൊക്കെ കണ്ടിങ്ങനെ പോവാം. അതാണ് വേറെ കാര്യം. നമുക്കിപ്പൊ ഡ്രോൺ വാങ്ങിയാലോ ചേട്ടാ? ചേട്ടാ കൊറേ നാളായിട്ട് പറയണത് ഡ്രോൺ വാങ്ങാൻ. ഞാൻ പറയും എല്ലാ ആണ്ടിലും കൊല്ലത്തിലൊരു വീട് കയറുന്നതിന് ഡ്രോൺ വാങ്ങി പൈസ കളയണമെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ ഇച്ചിക്കുട്ടം പറയും ഡ്രോൺ ഉണ്ടെങ്കിലല്ലേ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടുള്ളൂ എന്ന് പറയും. അല്ലാണ്ടെങ്കിൽ ഇതിന്റെ ഭംഗിയില്ല എന്നാണ് പറയാറുള്ളത്. ഭയങ്കര സെന്ററല്ലേ ഫുള്ളൊക്കെ ഇവിടെ കണ്ട പോലെ സൈഡിൽ നിന്ന് അങ്ങനെ. How much we go up, that much more beauty we will get. നല്ല രസമുണ്ടല്ലോ ടോപ്പിൽ വന്നു കഴിഞ്ഞപ്പോ ചേട്ടാ. ഇതെന്താ പെനക്കൊണ്ട സൺറൈസ് പോയിന്റ്. ആദ്യം അതിന്റെ ഇറക്കത്തിലൊക്കെ അവിടെ കല്ല് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇറക്കത്തിലൊക്കെ ഒരു അമ്പലത്തിന്റെ ഇത് കാണാനുണ്ട്. പിന്നെ പഴയ മാർക്കറ്റിന്റെ ഇതൊക്കെ കാണാനുണ്ട് കേട്ടോ ഇവിടെ. അത് ഈ പഴയ അമ്പലത്തിന്റെ ഇത് കണ്ടപ്പോ ഒന്ന് കയറാൻ വേണ്ടി ഇവിടെ നിർത്തിയതാ. നമ്മുടെ പോയിന്റ് അപ്പുറത്തെ സൈഡിലാണ്. ഇതിങ്ങനെ കുറച്ച് കാണാനുണ്ട്. ഇവിടെയുണ്ട്
തോന്നുന്നത് ഇവിടെ എന്തൊക്കെയോ ലിപികൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്താണ് അവർ എഴുതിയേക്കണത്? ഭയങ്കര എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് കുറേ എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ. പിന്നെ നമ്മുടെ സാധാരണ ഇവിടെ കാണുമ്പോഴും വൃത്തിയിടാക്കിയേക്കുന്ന കുറേ ഇങ്ങനെ പേരെഴുതി കുറിച്ചിട്ടുണ്ടല്ലോ. അത് പിന്നെ പറയുന്നുണ്ടല്ലോ. ഇവിടെ ഇങ്ങോട്ട് ഉണ്ട് അമ്പലം. ഓ അയ്യോ അതെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു അമ്പലം ഉണ്ട്. ഇതൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ട് വെട്ടിപ്പോയതാക്കി വൃത്തിയാക്കി ഇവിടെ അല്ലേ. ടൂറിസത്തിന് ആൾക്കാർക്ക് കാണാനൊക്കെ വരുമല്ലേ അല്ലേ. അമ്പലം മെയിൻ ഗോപുരം. അമ്പോ ഇവിടെ വിഗ്രഹങ്ങളൊക്കെ ഇവിടെ പോയാവോ. അമ്പലമൊക്കെ പോയി. ഓ ഇത് തണുപ്പ്. നമ്മള് അമ്പലം ഇവിടെയൊക്കെ പോയപ്പോ കാണുമ്പോൾ തന്നെ പഴയ അമ്പലത്തിന്റെ അതിന്റെ ഗോപുരം പൊട്ടിട്ടുണ്ട്. ആ അതായിരുന്നു ശ്രീകോവിൽ ഉണ്ടായിരുന്നത്. അവിടെ എന്തോ കാണാനുണ്ടല്ലോ. അവിടെ എന്തോ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നരസിംഹമൂർത്തി ആയിരുന്നു തോന്നുന്നു. ഒരു ഫോട്ടോ ഉണ്ട്. രാജാവിന്റെ കാലത്ത് രാജാവൊക്കെ വന്ന് ഇവിടുത്തെ കൂടുതൽ സ്ഥലങ്ങൾ പ്രാർത്ഥിച്ച സ്ഥലങ്ങളായിരിക്കും. ഇച്ചിരി എക്സൈറ്റ്മെന്റ് ആയിട്ട് അവിടെ കൂടി നടക്കാം. അവിടെ ഉണ്ടായിരുന്നു അമ്പലം. അവിടെ ഒരു കോവിലുണ്ടായിരുന്നു. അതൊക്കെ പോയി. നല്ല രസമുണ്ട്. പക്ഷെ എല്ലാം പോയി. കടയിൽ പോയിട്ട് കാട് പിടിച്ചിരിക്കും. അവിടെ ഒരു അമ്പലത്തിന്റെ ഗോപുരം മറ്റേ മാർക്കറ്റൊക്കെ ആയിരുന്നു കൊണ്ട് താഴ്ഭാഗമൊക്കെ അങ്ങോട്ടേക്കൊക്കെ ഫുള്ളുണ്ട്. അതൊക്കെ മാർക്കറ്റിന്റെ സ്ഥലങ്ങളായിരുന്നു. നല്ല രസമുണ്ട് ഇങ്ങനെ കണ്ടിട്ട് നടക്കാനായിട്ട് അല്ലേ ചേട്ടാ. ഏട്ടൻ്റെ കാറെടുത്തിട്ട് വേണ്ടേ ഞങ്ങളപ്പോൾ ഇങ്ങനെ കണ്ട് നടക്കുക. ഫുള്ളിങ്ങനെ വരുന്നൊരാള് വണ്ടിക്ക്. ആ അതെ ശിവയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലവറാ. ഞങ്ങളിങ്ങനെ കാഴ്ച കണ്ട് ഇങ്ങനെ നടക്കാം. ഈ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ടാണ് ആ വ്യൂ പോയിന്റ് കാണാനുള്ളത്. അവിടെ നിന്നാണ് ഇങ്ങനെ നമ്മൾ റീൽസിലൊക്കെ ഫേമസ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടും. പെനക്കൊണ്ട വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര രസമായി അങ്ങനെ ഇറങ്ങി ആ വളവ് കാണാനായിട്ട്. നമ്മൾ മൂന്നാറിലൊക്കെ ആ ഫേമസ് റോഡില്ലേ എന്ന പോലെ തന്നെ ഇത്. പക്ഷേ ഭയങ്കര രസമാട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി ടാർ ചെയ്തേക്കണോണ്ട് നല്ല നീച്ചാണ് കാണാൻ, നല്ല ഭംഗിയാണ്. ഈ സൈഡൊക്കെ ഫുള്ളിങ്ങനെ പാറക്കെട്ടുകളുണ്ടോ. എന്ത് വലിയ പാറക്കെട്ടുകളാണോ. നല്ല തിളക്കമുള്ള പാറകൾ അല്ലേ ചേട്ടാ. നമ്മുടെ ഈ മറ്റേ ഗ്രാനൈറ്റിൽ റെഡ് കളറിലെ ഗ്രാനൈറ്റ് കണ്ടിട്ടില്ലേ. എനിക്ക് കണ്ടിട്ട് അതുപോലെ ആയിട്ടാണ് തോന്നണത്. ഇതാ ഈ റൈഡിൽ കണ്ടാ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ട തിളങ്ങണുണ്ടാ. അയ്യോ എന്ത് രസാ. നമ്മള് എനിക്ക് കണ്ണുകൊണ്ട് കാണുന്നേക്കാളും തിളക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ. ഇച്ചിട്ട് പോയി തോണ്ടി നോക്കാം. പീസ് എടുത്ത് നോക്ക്. ഇതവിടെ താഴെ കിടക്കുന്നത് കല്ലെടുത്ത് നോക്കി നോക്ക്. ഇച്ചുണ്ട് അങ്ങനത്തെ ഒരു ഹോബി ഉണ്ട് കേട്ടോ. ഈ തിളങ്ങണ കല്ലുകൾ കണ്ടു കഴിഞ്ഞാൽ പെറുക്കിയെടുക്കും മുഴുവനും. നല്ല ഭംഗിയുണ്ടോ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് എൻ്റെ ലെവലിലല്ല കാണുള്ളൂ. നല്ല ഹൈറ്റിലുണ്ടാവ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഏട്ടനവിടെ താഴെ പോയി വീഡിയോ എടുത്തോണ്ട് കണ്ടോ. കാർ കയറി വരുമ്പോഴാണ് എൻ്റെ ഭംഗി. കാറിങ്ങനെ കയറി വരാനാണ് എൻ്റെ ഭംഗി. വല്ല വണ്ടി ഇതുപോലെ കാറ് കയറി വരണം. ഏട്ടൻ ഒരു കാര്യം ചെയ്ത് താഴെ പോയിട്ട് കാറ് ഇതുപോലെ ഇവിടെ കയറ്റിക്കൊണ്ടോ. ഞാൻ വീഡിയോ എടുക്കാം. ആ ഉണ്ടല്ലേ. ഞാൻ അങ്ങനെ പോണത് നല്ല രസമുണ്ട്. അത് അവിടെ നല്ല താഴ്ന്ന ഇറക്കുന്നല്ലേ. താഴ്ന്ന ഇങ്ങനെ ഹെയർ പിന്ന് കയറി 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 ഇവിടെ എത്താം. ഇവിടം വരാം. സ്ലിപ്പായിരുന്നു സ്റ്റേഷൻ.
ഇതാരെ എവിടെ കയറിച്ചനെ? വൈകിട്ടായപ്പോ ചെറിയ തിരക്കായി അല്ലേ? ഒരു പട്ടി വരും. നല്ല സ്ഥലാട്ടാ. നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ബാംഗ്ലൂരിൽ വന്ന് ഒരു വൺ ഡേ ട്രിപ്പ് റീഫ്രഷ്. ഒരു ദിവസത്തേക്ക് ഒരു വീക്കെൻഡിലൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഫുഡൊക്കെ സിറ്റിന്ന് കഴിച്ചിട്ട് കയറട്ടെ. ഇവിടെ ഒന്നും ഇല്ല. വെള്ളമൊക്കെ കരുതുക. വെള്ളത്തിനുള്ള സൗകര്യമൊന്നുമില്ല. ഫുള്ള് ബൈക്കേഴ്സ്. നല്ല വളവും തിരുവായ നല്ല രസമാണ്. ശരിക്കും ഫുൾ ബ്യൂട്ടി ആണെങ്കിൽ ഡ്രോൺ വേണം കേട്ടോ. ഇവിടെ ഡ്രോൺ ആരോട്ട് പുറത്തുണ്ട്. അതെ, എന്തായാലും ആ ഡ്രോണില് നമ്മുടെ വണ്ടി ഇപ്പൊ ഇറങ്ങി പോണ വീഡിയോ ഉണ്ടാവും. അതെ, അതുണ്ടാവും. അങ്ങനെങ്കിലും ആ വ്യൂല് ഒന്നും അറിയാം. അതെ, ഇനി നമുക്ക് ലേ പക്ഷി പോവാം. അങ്ങനെ വിചാരിക്കുന്നു. ഇവിടുന്ന് കറക്റ്റ് ആണെങ്കിൽ കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതൊക്കെ നമുക്ക് ബാംഗ്ലൂരിൽ ഒരു വൺ ഡേ ട്രിപ്പ് പോലെ വന്ന് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. ലേപാക്ഷിയും എന്താണ് പെരുക്കൊണ്ട ഫോർട്ട് താഴെയാണ്. അവിടെ ഞങ്ങൾ പോയില്ല. വ്യൂ പോയിന്റിലാണ് വന്നത്. ഇതാണ് കാണാൻ ഭംഗി. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മൾ ഓരോ ഹെയർ പിന്നായിട്ട് ഇറങ്ങാൻ കേട്ടോ. കയറുമ്പോഴും ഒരു ഭംഗിയുണ്ട്, ഇറങ്ങുമ്പോഴും ഭംഗിയുണ്ട്. മേലൊരു ചെറിയൊരു കാർമേഘമുണ്ട്, ചീവിടുകളുടെ സൗണ്ട് ഉണ്ട്. ജസ്റ്റ് ഒരു ചേഞ്ചിന് ഒരു വൺ ഡേ ട്രിപ്പ് പോലെ വന്ന് പോവാട്ടോ. നമുക്ക് അടിപൊളി. ഇങ്ങനത്തെ ഹിൽസുകളും ഇതൊക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് രസമുണ്ട്. അവിടെ ഹൈദരാബാദ് സിറ്റി അതെ അതെ, ഇവിടുന്ന് കുറച്ചിങ്ങനെ പൊക്കം താഴ്ചയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. നമ്മള് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കണ്ട. ഇറങ്ങിപ്പോകുമ്പോ ഇവിടെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ഹില്ല് കാണാം. അതിന്റെ മേളില് ഉണ്ടോ മറ്റേ ഒരു ടെമ്പിള് ഉണ്ട് അവിടെ. പക്ഷെ അവിടെ ഇതൊക്കെ കാണാനുണ്ട്. ഒരു കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാരെ കയറുന്നുണ്ട്. അപ്പൊ അതിന്റെ മേലെ മഴക്കാറ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ സണ്ണ് കാണാൻ രസമുണ്ടല്ലോ. നല്ല രസമുണ്ട് ഇപ്പൊ കാണാൻ. നമ്മള് ലേപാക്ഷിയുടെ അങ്ങോട്ടേക്ക് പോവാട്ടോ. ഇവിടുന്ന് കുറച്ച് 16 കിലോമീറ്ററിന് കാണാൻ ഹൈവേന്ന്. 16 കിലോമീറ്റർ. ഇവിടെ നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമ്മള് ഫോർട്ടിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ തന്നെ പറയില്ല മഴക്കാർ വരുന്നത്. ഇവിടെ എത്തിയപ്പോ കുറച്ചുകൂടി മഴക്കാർ കൂടി ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു. അവിടെ എത്തുമ്പോ ഇനി കാണാൻ പറ്റുമോ എന്താന്ന് അറിയത്തില്ല. ടൈമൊക്കെ ഉണ്ട്. 6 മണി വരെ എന്നൊക്കെയാണ് കണ്ടത്. ഞങ്ങൾ പണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അല്ലെ പക്ഷിയില്. എനിക്ക് തോന്നുന്നു ഇച്ചു ഭയങ്കര കുഞ്ഞായിരുന്നപ്പോ വന്നിട്ടുണ്ട്. ഇല്ല, ഇച്ചിനെ കൊണ്ടല്ലേ വന്നേക്കണ നമ്മള്. ഇച്ചിനെ കൊണ്ട് തന്നെ വന്നേക്കണ. അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോസും ഫോട്ടോസ് ഉണ്ട് കേട്ടോ. വീഡിയോസൊന്നും ഇല്ല നമ്മുടെ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. ഇന്നിപ്പോ നമുക്ക് എവിടെ പോകുമ്പോഴൊരു മെമ്മറി ആണല്ലോ ഈ വീഡിയോസ് എടുത്ത് വെക്കല്. അതെടുത്ത് യൂട്യൂബിലിടും, കുറെ കറിയിലിടും. ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ ഒരു എവിടെ പോകുമ്പോഴും രസമാണ്. നമ്മള് ഇങ്ങനെ യാത്ര പോകുമ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇതൊക്കെ ഇങ്ങനെ എടുത്തിടുമ്പോൾ അത് പിന്നീട് നമ്മള് ഓരോ കൊല്ലം കഴിയും തോറും നമ്മൾക്ക് മാറ്റങ്ങൾ വരാണല്ലോ. അപ്പൊ അത് നമുക്ക് എടുത്ത് കാണുമ്പോ ഒരു രസം തന്നെയാണ്. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ പോയതിന്റെ ഒരു ഓർമ്മകളും ഒക്കെയാണല്ലോ. മഴ കൂടി തുടങ്ങിട്ടെ. ഇനിയിപ്പോ എങ്ങനെയാണെന്നറിയില്ല അവിടെ ഇറങ്ങി കാണാൻ പറ്റണം. പാർക്കിംഗ് ഫീ അല്ലേ? അമ്പലത്തിന്റെ എൻട്രൻസ് ഒക്കെ അല്ലേ? ഇത് അമ്പലത്തിൽ കയറാൻ പോവാ. ലേപാക്ഷി ടെമ്പിളിൽ കയറാൻ പോവാ. അകത്തേക്ക് ഈ ഇവിടെയൊക്കെ പണ്ട് മറ്റേ കച്ചവടങ്ങൾക്കുള്ള സ്ഥലങ്ങളൊന്നും ഉണ്ട്. ഗോപുരത്തിന്റെ സ്ഥലങ്ങളുണ്ടോ? ഇവിടെയാണ് ആ തൂണുള്ളത്. ആൾക്കാര് തൂണ് ഹാങ് ചെയ്തിട്ട് നിൽക്കണത്. ആൻറ്റി ആ ടവല് അതിന്റെ അടിയക്കട എടുത്ത് ഹാങ്ങിങ് തൂണല്ലേ? അതെങ്ങനെയാണോ നിക്കണേ അല്ലേ?
താഴെ ശരിക്കും ഗ്യാപ്പ് ഉണ്ട്, അതിന്റെ അടിയൊക്കെ ഡ്രസ്സ് കറക്റ്റ് വരും. അതെ അടുത്ത തിൻ ഷോളാകുമ്പോഴാണ് ഫുള്ള് കയറാ. നമുക്ക് ബാംഗ്ലൂരുള്ളവർക്ക് പെട്ടെന്ന് വന്ന് കണ്ടു പോകാൻ പറ്റുന്ന ഒരു ടെമ്പിളാണ് കേട്ടോ. വരാത്തവരുണ്ടെങ്കിൽ വന്ന് കാണുന്നത്. വലിയൊരു പാറയുടെ ഇതിലേക്കാണ് ഇരിക്കുന്നത്. കണ്ടല്ലേ, കുറേ ഉണ്ട് ഇങ്ങനെ കണ്ടു നടക്കാൻ. വാ നടന്നോ, ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ കണ്ടു നടക്കാം. വലിയ വലിയ പില്ലേഴ്സുകളും കയറി തൊഴിലുണ്ട്. അവിടെ പൂജ ഉണ്ട്. എന്താ പണികളല്ലേ, കൊച്ചു പണികള്. മേളില് പെയിന്റിങ്സ് ഒക്കെ മോളില് പെയിന്റിങ്സ് ഉണ്ടല്ലേ, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഒറ്റ ഒരു കല്ലുമ്പിലിരിക്കട്ടത്. ചേട്ടാ പോകാൻ പറ്റണ്ടേ ചേട്ടന്? ചേട്ടനാണോ ഹോൾഡ് ചെയ്തേക്കണേ? അടിയിൽ ഇങ്ങനെ പൊക്കി പിടിച്ചേക്ക്. ബോത്ത് ഹാൻഡ് പിടിച്ചോ, അല്ലയോ അനങ്ങണ്ട. ഷേക്കാക്കാൻ പറ്റണ്ട. ഒറ്റ റോക്കാടാ, ബിഗ് റോക്കാത്. ഒറ്റ റോക്കല്ലേ, നിലനിർത്തിക്കാണത്. ഒറ്റ റോക്കത്. ആഹാ, ഇതാണ് ഈ ലേപാക്ഷി ടെമ്പിളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ ഒരു പിക്ചറായിരിക്കും ഫസ്റ്റ് ആണ്. അതിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ട് ഇവിടെ ശിവനും നാഗങ്ങളോട് ഇരിക്കുന്നത്. ഒറ്റ പാറമതി ചെയ്യുള്ളതല്ലേ. ഇവിടെ ഗണപതി കുത്തിണ്ട്, ഫ്രണ്ടില് പാമ്പിന്റെ ശിവന്റെ ഒക്കെ വെച്ചുള്ള ഒറ്റ സ്റ്റോണ് ഫുള്ള്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കൊറേ ഡാൻസ് മണ്ഡപങ്ങളാന്ന് തോന്നുന്നല്ലേ. ഇവിടെ ഫുൾ ഡാൻസ് നൃത്ത മണ്ഡപമായിരുന്നു തോന്നുന്നു. അത് എല്ലാവരും ആ രീതിയിലൊക്കെ കൊത്തുപണികളെ കാണുന്നത്. അവിടെയും ഗണപതിയൊക്കെ ഉണ്ട്. ഗണപതിയെ പല തൂണുകൾ കാണാൻ പറ്റും. തൂണുകൾ മാത്രമല്ലോ, കുറെയൊക്കെ പോയി തോന്നുന്നുണ്ട്. മേൽക്കൂരൊക്കെ പോയതുണ്ട്. രേണു രേണ രേണ രേണു രേ ഇത് വിഷ്ണു തോന്നുന്നുണ്ടല്ലോ കണ്ടിട്ട്. വിഷ്ണു ലക്ഷ്മിയാ തോന്നുന്നുണ്ട്. എന്ത് ഭംഗിയല്ലേ, ഗ്രാനൈറ്റാ തോന്നുന്നുണ്ട്. നമ്മളിപ്പോ ഇതിവിടെ പോയപ്പോഴും ഗ്രാനൈറ്റ് ആയിരുന്നല്ലോ. ഇവിടെ വന്നപ്പോ അത് കറുപ്പ് എല്ലായിടത്തും ഉണ്ടിട്ട് ഇങ്ങനെ കൊത്തുപണികളാ. അതിന്റെ മുകളിലല്ലേ. ഇങ്ങനെ ചുറ്റുമായിട്ട് ഗോപുരം ഉണ്ട് ഇങ്ങനെ. അപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ ഇവിടെ ഒരു ഹനുമാന്റെ വിഗ്രഹം കൊത്തിവെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് താഴെ പോകുമ്പോൾ കാണാം ഇവിടെ ഹനുമാന്റെ പാദം ഉണ്ട് കേട്ടോ. അത് നമുക്ക് താഴെ പോയിട്ട് കാണാം. ഇവിടെ നിറച്ച് ഡോഗ്സുകളാണ് കേട്ടോ. ഇവിടെ ഉണ്ട്, അവിടെ കിടക്കുന്നുണ്ട്.
ഇതിൻ്റെ ഇപ്പുറത്തുണ്ട് നിറച്ച് ഡോഗ്സുകളാണ്. അതിന് പിള്ളേർക്ക് പേടിയായിരിക്കും. ഇവിടെ ഇങ്ങനെ നാച്ചുറലായിട്ട് കല്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇറങ്ങാൻ. ചേട്ടാ ജമ്പ് ചെയ്താ ഇത്? അങ്ങനെ പോയാ ഇത് നീളത്തിലായിട്ട് നാഴികയല്ലേ? മിക്കവാറും പണ്ടത്തെ മാർക്കറ്റ് ആയിരിക്കാണ് ചാൻസ്. ഈ അമ്പലങ്ങളോട് ചേർന്നിട്ടായിരുന്നല്ലോ പണ്ട് വ്യാപാരങ്ങളൊക്കെ കൂടാണ്ട് അങ്ങോട്ടും ഉണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ എടുത്താലും അവിടെ ഉണ്ട്, ചുറ്റുമുണ്ട്. താഴെയും ഹംപി പോയപ്പോ കണ്ട പോലത്തെ കെട്ടുന്ന സംഭവം. ഇതേകദേശം ഇവിടുത്തെ അമ്പലം ശരിക്കും ഹംപിയുടെ ഒക്കെ ഒരു അതേ സ്ട്രക്ചറാ. ഹംപിയുടെ അതേ സ്ട്രക്ചറാ. ഇതൊക്കെ വിജയനഗരയുടെ ഭാഗമല്ലേ, പഴയ വിജയനഗര. അതിന്റെ ഒരു കാണാനുണ്ട്. ശരിക്കും ഈ വിളക്കില് ഈ തൂങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിച്ചാൽ ഓരോ ചിഹ്നങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു നാണയം പോലെ, പൂവ്, താഴെ വരുമ്പോ ആനയുടെ ഇതുപോലെ അങ്ങനെ ഓരോന്നിനും എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടൊക്കെ ഉണ്ട്. ലീഫ് ഉണ്ടോ? ഇപ്പുറത്ത് വരുമ്പോ ഡാൻസ് കളിക്കുന്ന ദേവി, അങ്ങനെ ശ്രീരൂപങ്ങള്, ശംഖ്, ഓരോ സ്ഥലത്ത് ഓരോ നല്ല പണ്ടുണ്ട്. ഇങ്ങനെ കണ്ടു നടക്കാനായിട്ടുണ്ട്. ഫുള്ള് ഷാൻ വീട്ടിലേട്ടാ ഫുള്ള് പാറപ്പുറത്താണിത്. അതിൻ്റെ മുകളിലുള്ള അമ്പലങ്ങൾ. ഇവിടെ ഇങ്ങനെ ഗോപുരങ്ങള് നല്ല രസമുണ്ട്. ഇപ്പം ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്, ചൂടില്ല. നമ്മളവിടെയാണ് ആ ഡാൻസിങ് മണ്ഡപം കണ്ടത്. അതായത് ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, അടച്ചിട്ടേക്കാ. ഇനി വല്ല രഥങ്ങളോ തേര് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അറിയാലോ. അമ്പലത്തിൻ്റെ ഉണ്ടായിരുന്നു അറിയില്ല. അടച്ചിട്ടേക്കാണ് അവിടെ. ഉണ്ടോ ആ ഹനുമാനെ കണ്ടോ? ഹനുമാന്റെ കാൽപാദം കണ്ടോട്ടെ. ഹനുമാന്റെ വിഗ്രഹം ഉണ്ട് ഇവിടെ. കാൽപാദം എന്താ ചേട്ടാ? ഇതാണ് ഹനുമാന്റെ ലെഗ്. ഹനുമാൻ ഇവിടെ വന്നെന്നാ പറയണേ. തൊട്ടു എല്ലാരും ഇങ്ങനെ തൊട്ട് ഇവിടെ ഇങ്ങനെ ഈ അമ്പലത്തിന്റെ മുകളിലുള്ളൊക്കെ പുതിയത് പണിതാ അല്ലേ? വൈറ്റ് അടിച്ചുള്ളൊക്കെ. ബാക്കിയൊക്കെ കുറെ പഴയതാ. ഫുള്ളൊരു പാറപ്പുറത്താണ് അവർ സെറ്റാക്കിയിട്ടുള്ളത്. ഫുള്ള് ഈ അമ്പലം നല്ല പഴക്കണ്ട്. ചില അമ്പലങ്ങളുടെ കോവിലിന്റെ ഉള്ളില് ഇപ്പോഴും പൂജയുണ്ട് കേട്ടോ. പൂജയുണ്ട് ഇവിടെ. ആ വൈറ്റ് കാണുന്ന സെന്ററിലുള്ള പ്രതിഷ്ഠയുണ്ട്. വീരഭദ്രസ്വാമിയാണ്, ശിവൻ തന്നെ. ശിവനാണ് ഉദ്ദേശിച്ചുള്ളത്. വീരഭദ്രൻ. കൂടെ ചോദിച്ചാ ഹൂ ഈസ് വീരഭദ്രൻ അല്ലേ? ശിവന്റെ പല അംശങ്ങൾ നമ്മള് വിഷ്ണുന്റെ അവതാരമായിട്ട് കൃഷ്ണനെയും രാമനെയും ഒക്കെ കാണുന്ന പോലെ തന്നെയാണ് ശിവന്റെ പല അംശങ്ങൾ എന്നുള്ള രീതിയിലാണ് പറയാ. തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ തിരുത്തി തരിക. ഞാൻ എന്റെ ചെറിയ അറിവുകൊണ്ട് പറയണതൊക്കെ. എന്തൊരു പ്രൗഢിയും വലിയൊരു ചെമ്പകമരം ഉണ്ട് കേട്ടോ അവിടെ. അതിന് ചെമ്പകം എന്നും പറയും. പലരും പല പേരാ പറയാ. ആ ചെമ്പകല്ല, നമ്മുടെ നാട്ടിലെ ചെമ്പകല്ല അത്. ഇതിനും പക്ഷെ ഇവിടെ നമ്മള് പാലപ്പൂന്നും പറയാ. ഈ പൂവ് ഉണ്ടതേ ഈ പൂവ്. ഇതാ ഈ പൂവ്. ഓൾഡ് ട്രീ അത്. ഓൾഡ് ട്രീയാ. ഇച്ചിരി സ്മോളായപ്പോ കൊണ്ടിച്ചിരുന്നു ഇവിടെ. ഇപ്പൊ ബിഗായപ്പോ ഇച്ചിറിനെ വേണ്ട കൊണ്ടുവന്നോള്. നല്ല കാറ്റില്ല അവിടെ. ഓർമ്മ പുതുക്കാനായിട്ട് കുഞ്ഞായിരുന്നപ്പോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ സീഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുക. സീഡ് നല്ല കാറ്റില്ല ഈ സൈഡില്. കൊണ്ടുവന്നപ്പോ അന്ന് നമ്മൾ ഇതെല്ലാം വിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ബേബിയാണ്. ഇഴഞ്ഞിടക്കുന്ന പ്രായത്തിലുണ്ടെന്നതാ. ഇപ്പൊ മരം കയറാറായി.
എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഞങ്ങളൊരു ഡേയിലെ ഒരു സിമ്പിൾ വീഡിയോ, ഞങ്ങൾ ബാംഗ്ലൂരിന് ചുറ്റുപാടുള്ള ഒരു സ്ഥലങ്ങൾ ഓർമ്മ പുതുക്കാനും പുതിയതായിട്ടൊക്കെ ഒന്ന് പോയി കറങ്ങി വന്നൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. കുറേയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ചൊക്കെയാണ് കവർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾക്കും ഒരു മെമ്മറിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ Bye bye. ബൈ ബൈ.